അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് കറി ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കൈപ്പിടിയോളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതാ അതിലേക്കൊന്ന് വഴന്ന് വന്നപ്പോൾ ഇതാ ഒരു വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വാടി വന്നപ്പോൾ ഒരു ഒറ്റ തക്കാളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരൊറ്റ തക്കാളി, ഓവർ മസാലകളില്ലാണ്ട് ഓവർ ഉള്ളിയൊന്നും ഇല്ലാണ്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതാ 2 വലിയ സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ബീഫ് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബീഫും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിതാ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബീഫിൻ്റെ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് നമ്മൾ കുറുക്കിയെടുക്കണം. ഏകദേശം ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.